മലയാളത്തിലെ കംബാക്ക് ഇതിലൂടെ തുലച്ച് ഒരു കണ്ണപ്പ പോലെ ഒരു മലങ്കൾട്ടൊന്നും അല്ല, അങ്ങനെ ബറോസ് കണക്ക് അത്ര മോശം സിനിമയൊന്നും അല്ല. പക്ഷെ അതിനെ എത്രത്തോളം നശിപ്പിക്കാൻ പറ്റുമോ ഒരു നിലവാരമില്ലാത്ത ഡയറക്ടറായി പോയി. നമ്മൾ പറയൂലേ, എത്ര നല്ല വർഷമാണെങ്കിലും കണ്ണ് കിട്ടായിരിക്കും ഒരു സംഭവം വേണോ, അതിനുവേണ്ടി ഈ പടം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. വെൽക്കം ബാക്ക്. തെലുങ്കിൽ നിന്നും ഒരു ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ലാലേട്ടൻ എത്തിയിട്ടുണ്ട്. ലോ ഹൈപ്പിൽ വന്ന് സർപ്രൈസ് ആയിട്ട് ക്രിസ്മസ് ക്ലാഷ് തൂക്കുമ്പോൾ ലാലേട്ടൻ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വൃഷഭ കണ്ടറിങ് ഓഡിഷന്റെ റിവ്യൂലേക്ക് പോകാം. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. എങ്ങനെയുണ്ട്? കൊള്ളൂല. മലയാളത്തിലെ കംബാക്ക് ഇതിലൂടെ തുലച്ച് 2025 മോഹൻലാൽ കയറി വന്ന എല്ലാം കൊണ്ട് ഈ സിനിമയൊക്കെ തുലച്ചിട്ടുണ്ട്. മോഹൻലാൽ പ്രൊമോഷൻ കൊടുക്കാത്ത വെറുതെ അല്ലേ സിനിമയ്ക്ക്. തിയേറ്ററിൽ കണ്ടു ഫസ്റ്റ് ഹാഫൊക്കെ വെറും അപരാധ ലെവലായിപ്പോയി. ആ ലെവൽ ഈ നടനെയൊക്കെ ഈ ഏജന്റ് സിനിമയിൽ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നല്ലോ ഒരു നടന്റെ, അതേപോലെ ഒരു നടന്റെ ലോഞ്ചിന് വേണ്ടി ലാലേട്ടനെ ബലിയാടാക്കി ഈ സിനിമയിൽ. അത്രേ പറയുള്ളൂ. ലാലേട്ടൻ തന്നെ അറിയാം ഈ സിനിമ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഫാൻസ് ലാലേട്ടന്റെ ഒരു ബാഹുബലി എന്നൊക്കെ പറയാനുണ്ടോ? ബാഹുബലി ലാലേട്ടന്റെ ബാഹുബലിയൊക്കെ ഇത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിരിച്ച് ചാവാൻ കൊള്ളാം. അതിനകത്ത് ഫസ്റ്റ് ഹാഫൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഫസ്റ്റ് ഹാഫ് നമ്മൾ ഇങ്ങനെ സിനിമ ഒരു ലോജിക്കിൽ നമ്മുടെ ഇതിനും എഴുതി കാണിക്കേണ്ടിരുന്നത് നോ ലോജിക് ഓൺലി മാഡ്നസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിങ്ങളടുത്തൊന്നും പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഫ്രണ്ടിൽ തുടക്കം എഴുതി കാണിച്ചിരുന്നെങ്കിൽ നിങ്ങളടുത്ത് നമുക്ക് ഈ റിവ്യൂ പറയാൻ പറ്റില്ല. ഒരു കണ്ണപ്പ ലെവൽ അത്രയും ഇതായിട്ടുണ്ടോ? കണ്ണപ്പ ലെവലൊന്നും പറയാൻ പറ്റില്ല. ഇത് ഒരു ഇതില്ലാത്തൊരു നടന്റെ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്തെടുത്ത് പോകും. ആ ലെവലിലുള്ള ലാലേട്ടന്റെ പടം അല്ല, ലാലേട്ടനാണ് ഹീറോ. ലാലേട്ടൻ ഇത് ഹീറോ ലാലേട്ടൻ തന്നെ. പക്ഷെ സിനിമ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയല്ല. നിങ്ങൾ വിചാരിച്ച് പറഞ്ഞൊന്നും ഇതിനകത്തൊന്നും കിട്ടൂല. ലാലേട്ടൻ്റെ ഒരു മാസമൊക്കെ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ മാസമൊക്കെ ഉണ്ട് ഇതിനകത്ത്, മാസമൊന്നും ഇല്ലെന്നല്ല. പക്ഷെ സിനിമ കഥ വയസ്സ് ഒട്ടും കന്നഡ സിനിമ ആ ലെവൽ കൺസെപ്റ്റ് കൊള്ളാം. പക്ഷെ അത് എടുത്തു വെച്ചിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. ഇത് മലയാളത്തിൽ ഇറക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. കാരണം ഇത് തെലുങ്കിലുള്ള ഒരു പടമായിട്ട് മതിയായിരുന്നു. കാരണം മലയാളത്തിൽ മോഹൻലാലിന് കൊടുക്കുന്ന ഡയലോഗുകളൊന്നും നമുക്ക് ദഹിക്കുന്നില്ല. സാധാ രീതിയിലുള്ള ഡയലോഗ് രാജാവെന്ന രീതിയിലൊക്കെ നമുക്കത് ഒരു ദഹിക്കാത്തതുകൊണ്ടാണ്. അല്ല, ആക്ഷൻ പാക്ഡ് ആണോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. ആക്ഷൻ പാക്ക് എന്ന് വെച്ചാൽ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതിന് ഒരു 2.5 മണിക്കൂറിൻ്റെ കുറച്ച് വലിച്ചു നീട്ടി ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ രീതി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു മോഹൻലാൽ ഫാനായിട്ട് നമുക്ക് മോഹൻലാലിൻ്റെ രീതി കണ്ടു. പക്ഷേ ഇത് നമുക്ക് തെലുങ്കിൽ മാത്രമല്ല, തെലുങ്കിലുള്ള ഒരു നടൻ അഭിനയിച്ചാൽ മതിയായിരുന്നു. മോഹൻലാൽ അഭിനയിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം നമുക്ക് ദഹിക്കില്ല. അത് എന്നാലും ഒരു മോശമാക്കിയിട്ടുണ്ടോ? ഇല്ല ക്യാരക്ടർ ഒരിക്കലും മോഹൻലാലിൻ്റെ മോഹൻലാൽ ഒരിക്കലും അതിൻ്റെ ക്യാരക്ടറിനെ ഒരിക്കലും മോശമാകില്ല. പക്ഷെ മോഹൻലാലിന് കൊടുക്കുന്ന ഡയലോഗുകളൊക്കെ നമുക്കൊരു നാടകീയത ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ അവർക്ക് പിടിക്കും. പക്ഷെ മലയാളത്തിൽ ഒരിക്കലും ഇത് നമുക്ക് ദഹിക്കില്ല. രണ്ട് കാലഘട്ടമായിട്ട് കാണിക്കുന്നുണ്ട്, അല്ലാതെ ഫുൾ പഴയ കാലഘട്ടമല്ല. പിന്നെ ഒരു കണ്ണപ്പ പോലെ ഒരു മലങ്കൾട്ടൊന്നും അല്ല, അങ്ങനെ ബറോസ് കണക്ക് അത്ര മോശം സിനിമയൊന്നും അല്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഈ കന്നഡ മൂവീസാണ് പുള്ളിക്കാരൻ റീമേക്കാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് അത്യാവശ്യം പുള്ളിക്കാരൻ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ ഹീറോ ആ പുള്ളിക്കാരൻ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ മോശം തീരെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു മൂവിയല്ല. തെലുങ്ക് ഓഡിയൻസിന് വേണ്ടി പക്ക ഒരു മാസ് മസാല ബൈലിംഗിലാണ്. കാരണം ഇത് ഡബ്ഡ് അല്ല, മോഹൻലാൽ കറക്റ്റായിട്ട് സിങ്ക് ചെയ്ത് റീഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം വരച്ച ഡബ്ഡ് എന്നാണ്, പക്ഷെ ഡബ്ഡ് അല്ല, ഇത് ബൈലിംഗിലാണ്. കറക്റ്റായിട്ട് തെലുങ്ക് വരുമ്പോൾ ആ സീൻസ് ആ ആർട്ടിസ്റ്റ് കൃത്യമായിട്ട് ഇല്ല, ഊക്ക് കുറവായിരിക്കും. കാരണം ഇത് അതുപോലെ അത്ര വേസ്റ്റ് ഗ്രാഫിക്സോ വേസ്റ്റ് പെർഫോമൻസോ അല്ല, കണ്ടോണ്ടിരിക്കാൻ പറ്റും. എന്നാലും ഇത് ബറോസും കണ്ണപ്പയൊക്കെ പോലെ അത്രയ്ക്ക് മോശമാണ്, അതിനേക്കാളും മോശമാണ്. പാൻ ഇന്ത്യൻ ചർച്ച ചെയ്യുന്ന റോളും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു ബ്രോ. അതായത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കഥയായിരുന്നു, പക്ഷെ അതിനെ വളരെ മോശമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VFX തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി VFX ഒക്കെ വളരെ മോശമായിരുന്നു. പുള്ളിയുടെ മകനായിട്ട് അഭിനയിച്ചില്ലേ, അതായിരുന്നു ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. കാര്യം ഒരു ഇതുമില്ലാത്തൊരു നടനായിപ്പോയി. എനിക്ക് തോന്നുന്നു മോഹൻലാൽ എപ്പോഴും പറയത്തില്ലേ ട്രസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന്, അതേപോലെ തന്നെ കഥ കേട്ടപ്പോൾ പുള്ളി ഇംപ്രസ് ആയി. കാര്യം കഥ എങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു അവസാനമൊക്കെ ആയപ്പോൾ നല്ല കൺസെപ്റ്റ് ആയിരുന്നു ബ്രോ. അതാ പറയുന്ന അവസാനത്തോളം ആയപ്പോൾ ആ കഥ കണ്ടു കഴിഞ്ഞപ്പോൾ കൊള്ളാലോ എന്ന് തോന്നി. പക്ഷെ അതിനെ എത്രത്തോളം നശിപ്പിക്കാൻ പറ്റുമോ ഒരു നിലവാരമില്ലാത്ത ഡയറക്ടറായിപ്പോയി. VFX വളരെ മോശം. തെലുങ്ക് ഓഡിയൻസിന് വേണ്ടിയിട്ട് എടുത്തൊരു പടമായിട്ട് തോന്നി. തെലുങ്ക് നല്ല ബാഹുബലി വന്നത്, എന്നിട്ടാണ് ഇത് തെലുങ്ക് എന്ന് പറയുന്നത്. കാര്യം വളരെ മോശം VFX ആയിരുന്നു, എടുത്തു വെച്ചിരിക്കുന്നത് വളരെ മോശം. പക്ഷെ കഥ കൊള്ളാം. ഞാൻ പറഞ്ഞില്ല, കഥ വളരെ നല്ലതാണ്, ഇമോഷണലി വർക്കാവുന്ന കഥയാണ്. പക്ഷെ അതിന് വളരെ മോശമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. എന്നാലും ടെക്നിക്കലി ഒന്നും പറയാനില്ല, പോസിറ്റീവായിട്ട് ഫൈറ്റ് കൊള്ളായിരുന്നു. അത് ഇന്റർവെൽ ഫൈറ്റും മോഹൻലാലിന്റെ ഫൈറ്റ് കൊള്ളായിരുന്നു. ലുക്കൊക്കെ എങ്ങനെയുണ്ട്? ഒരു ആറാട്ടിലെ ലുക്കൊക്കെ വെച്ചുള്ള ലുക്കൊന്നും അല്ല ബ്രോ. എവിടെയൊക്കെയോ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഓക്കെ കൊള്ളാന്ന് പറയുന്നത്, ബാക്കി പലയിടത്തും എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഡയലോഗ് ഡെലിവറി പറയുന്ന പോലെ ചിലയിടത്ത് കൊള്ളാന്ന് തോന്നി, ചിലയിടത്ത് വളരെ മോശം. കണ്ണപ്പ ബറോസ് ലെവലൊക്കെ ഒരു അത്രയും നിലവാരം കുറഞ്ഞൊന്നും പോലെ. ഞാൻ പറഞ്ഞില്ല, കഥ കൊള്ളായിരുന്നു, പക്ഷെ മോശം അവതരണം, അതാ പറ്റിയത്.
നമ്മൾ പറയൂലേ എത്ര നല്ല വർഷമാണെങ്കിലും കണ്ണ് കിട്ടായിരിക്കും ഒരു സംഭവം വേണോ, അതിനുവേണ്ടി ഈ പടം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. കാരണം ഈ പടം നന്ദകിഷോർ എനിക്ക് തോന്നുന്നു പ്ലോട്ട് പറഞ്ഞപ്പോൾ പുള്ളി വീണിട്ടുണ്ടാവുക അച്ഛൻ മകൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കാരണം ഈ പടം രാജ്മൗലിക്കൊക്കെയാണ് കിട്ടിയിരുന്നെങ്കിൽ രാജ്മൗലി അതിൻ്റെ രീതിയിലെടുക്കും. ഇതിൽ ഈ മേക്കിംഗ് ഇവർ ചെയ്തു വെച്ചെന്ന് പറഞ്ഞാൽ പുനർജന്മം പഴയ കാലഘട്ടമാണ്. ഈ പഴയ കാലഘട്ടത്തിൽ ഇവർ സെറ്റ് വർക്ക് കൊള്ളാം, ബാഹുബലി പോലെ കുറച്ച് സെറ്റ് വർക്ക് കാണും, പക്ഷേ ഗ്രാഫിക്സ് മോശമായിപ്പോയി. ഈ കുതിരപ്പുറത്ത് വരുന്നത്, വെള്ളത്തിൽ വീണത്, അതൊക്കെ നമുക്കൊരു അലസത ഈ സിനിമയിൽ അറിയാൻ പറ്റും. ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏക്താ കപൂറും അവരുടെ ടീമുമാണ്. എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരുപാട് പൈസ ഉള്ളവർ കുറേ പൈസ നഷ്ടമാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സിനിമ എടുക്കൂലേ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഒരു വിഷ്വലി ബ്രഹ്മാണ്ടം തന്നെയാണ്. ബ്രഹ്മാണ്ടം ഒന്നും പറയാൻ പറ്റൂല. കാരണം ഈ സിനിമയിൽ മെയിൻ വർക്കൗട്ട് ചെയ്യേണ്ട അച്ഛൻ മകൻ ആയിട്ടുള്ള, കഴിഞ്ഞ ജന്മത്തിൽ മകൻ, അത് ഒരു കണക്കിന് ഈ ജന്മത്തിൽ ശത്രു, അങ്ങനെ ഒരു പ്ലോട്ടാണ്. പക്ഷെ കാണുന്ന മോനായിട്ട് അഭിനയിക്കുന്ന ആക്ടറൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണും. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്, ഒരുപാട് സിനിമകൾ കാണുന്നതാണെങ്കിൽ അത്. പക്ഷേ മോഹൻലാലൊക്കെ നല്ല പെർഫോം ചെയ്ത് വരുമ്പം പുള്ളി പിന്നെ മോഹൻലാലിനായാലും പഴയ ഈ രാജാ പാർട്ട് അങ്ങനെ കുറേ സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പണ്ടാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പറയുമ്പോൾ ഈ കളിയാക്കാനുള്ള മനസ്സ് എല്ലാവർക്കും കൂടുതലാണ്. അപ്പോൾ അവർ കൂടുതൽ ഈ പടം ആർക്കും ഒരു താല്പര്യമില്ല. ഇന്ന് എന്നെ നോക്കിയാൽ മനസ്സിലാവും, തിയേറ്റർ സ്ക്രീൻസ് ആയാലും ആൾക്കാരായാലും നമ്മളെപ്പോലെയുള്ള വളരെ കുറച്ച് ആൾക്കാരെന്നെ കാണുന്നു. പക്ഷേ നമുക്ക് ഈ കളിയാക്കലിൻ്റെ മുകളിൽ എടുത്തു വെക്കാൻ എന്തെങ്കിലും ഈ പടത്തിൽ പറയണമല്ലോ, അങ്ങനെ ഒന്നുമില്ല. നിർഭാഗ്യവശാൽ സാംസിയസ് ആണ് മ്യൂസിക്, 2 പാട്ടുകളൊക്കെ മോഹൻലാൽ അങ്ങനെയാണ് അല്ല. ക്യാരക്ടർ വൈസ് എന്ന് പറഞ്ഞാൽ പഴയ വൃഷഭ എന്ന് പറയുന്ന ഒരു രാജാവും ഇപ്പോഴത്തെ കാലത്ത് ഒരു ബിസിനസ് മാൻ, അങ്ങനെയാണ് വരുന്നത്. പടം നമുക്ക് ഞാൻ പറയില്ല, ഒരു 2 മണിക്കൂർ 7 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് തീർന്നൊക്കെ പോകും. പക്ഷെ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കിട്ടണ്ടേ. ഇപ്പോൾ ഈ വർഷം മോഹൻലാലിൻ്റെ സിനിമകളിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇമ്പാക്റ്റ്. ഈ സിനിമയിൽ ഇവർ മോഹൻലാലിൻ്റെ ടൈറ്റിൽ കാർഡ് കിട്ടിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഗോഡ് ഓഫ് ആക്ടിങ്, മറ്റേ കംപ്ലീറ്റ് ആക്ടർ, അതൊക്കെ പറഞ്ഞ ആ ഒരു ഇതൊക്കെ കൊണ്ടുവന്നേക്കാൻ നോക്കുള്ള. പക്ഷെ ആ ഒരു ഇമ്പാക്റ്റ് മൊത്തം പടത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. ആക്ഷൻ സീൻസൊക്കെ മോഹൻലാലിന് കൊടുത്തിട്ടുണ്ട്. ഈവൻ മുണ്ട് എടുത്തിട്ടുള്ള ഒരു ആക്ഷൻ സീൻ ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ നമുക്ക് മൊത്തത്തിൽ ഒരു ഈ ഡബ്ബിങ് ആയതുകൊണ്ട് തന്നെ ഒരു ഏച്ചുകെട്ടൽ ഫീൽ ചെയ്യും. അത് അപ്പോൾ ആ ഏച്ചുകെട്ടലിന് മുകളിൽ നമ്മളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ പടം ആ രീതി മേക്ക് ചെയ്ത് വരണം. അങ്ങനെ ഒരു മേക്കിംഗ് ഓഡിയൻസിനും വർക്കാവില്ല, ഒരിടത്തും വർക്കാവാൻ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാസ്റ്റിംഗ് വേണം. ഇതിൽ മോഹനായിട്ടൊക്കെ അഭിനയിച്ച ആളിന് പകരം വേറെ നല്ല കാസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മോഹൻലാലിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു പെർഫോമൻസ് വൈസ് നമുക്ക് മോഹൻലാലിനെ പോലും ഒരു കിടിലൊന്നും പറയാനൊന്നുമില്ല. പുള്ളിയും ഞാൻ ഈ പടം കിട്ടുന്ന ഒരു ക്യാരക്ടറായി മാറും ഈ വർഷം. ഇല്ല, എനിക്ക് ബാക്കിയുള്ള പടങ്ങൾ വെച്ച് ഇപ്പൊ കണ്ണപ്പ, ഇപ്പൊ വേറെയൊക്കെ പടങ്ങൾ വെച്ച്, അല്ല ബബ്ബ എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടം ഫാൻ സർവീസ് പോണല്ലേ, സ്പൂഫ് പടമാണ്. ഇത് നമുക്ക് അങ്ങനെയല്ല. ഇത് എന്ന് പറഞ്ഞാൽ ഈ പടം ആർക്കും അറിഞ്ഞൂടാ. ഇന്നിപ്പോൾ ഈ സിനിമ ഇറങ്ങുന്ന നോർമൽ ഓഡിയൻസ് എത്ര പേർക്ക് ഈ സിനിമ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റെയറാണ്. കേരളത്തിൽ കിട്ടിയ സ്ക്രീൻസ് നോക്കിയാലേ നമുക്കറിയാം. ഇപ്പോൾ ഏരിസ് പോലത്തെ ഒരു തിയേറ്ററിൽ തന്നെ വേറെ സ്ക്രീനിലാണ് പടം കളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പടത്തിന് ഒരു എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ട് വരണം, നോർമൽ ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് എത്തണമെങ്കിൽ. അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ട് വരാനുള്ള ഔട്ട് അവരെടുത്ത് വെച്ചിട്ടില്ല. അതാണ് ഈ സിനിമയെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ചൊരു എഫേർട്ടൊന്നും പടത്തിൽ കാണാനില്ല. യൂസേജ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തോന്നി. അപരാധം ലെവലിലോട്ട് പോയോ? വളരെ പടത്തിന്റെ ഒരു പ്രത്യേകിച്ച് ഒരു ടെക്നിക്കൽ സൈഡും സ്ക്രിപ്റ്റ് സൈഡും ഒന്നും വർക്ക് ചെയ്യില്ല തീരെ. എല്ലാ രീതിയിലും വളരെ ശോകമായിട്ടാണ് തോന്നിയത്. അപ്പിയറൻസ് ഒക്കെ വെച്ചിട്ട് ഒരു പീരീഡ് ഡ്രാമ നമ്മൾ ഒരു ബാഹുബലി പടം പോലെ കണ്ടിരിക്കാനുള്ള പടം മോശമാണ്. മേക്കിംഗ് വൈസ് എന്തെങ്കിലും ഉണ്ടോ? ഒരു മൂവി രീതിയിൽ ഒരു എന്റർടൈനർ അല്ല. തെലുങ്ക് മൂവി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്താൽ അറിയില്ല. ലാലേട്ടനെ പോലൊരു സ്റ്റാർ മലയാളികൾക്ക് ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ.